ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് കുറേ മാങ്ങാപ്പഴം കിട്ടിയിട്ടുണ്ട്. മാമ്പഴ സീസണാണല്ലോ. അപ്പോൾ നമുക്ക് ഒത്തിരി കിട്ടിയാൽ നമ്മളെല്ലാം കഴിച്ച് തീർക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ജാം ഉണ്ടാക്കി വെക്കാമെന്ന് ഓർത്തു. ജാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാമ്പഴം ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരുപാട് നാരുള്ള മാമ്പഴം എടുക്കാതെ നിന്നാൽ മതി. നന്നായിട്ട് പഴുക്കുകയും ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഞാനിതിൻ്റെ തോലെല്ലാം ഒന്ന് പൊളിച്ചെടുത്തിട്ട് അത് കൈകൊണ്ട് തന്നെ പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് പഴുത്തായതുകൊണ്ട് തന്നെയും മിക്സിയിട്ടൊന്നും സഹായം ഇല്ലാതെ തന്നെ നമുക്കിത് കൈകൊണ്ട് ജ്യൂസ് ഇതിൻ്റെ പിഴിഞ്ഞെടുക്കാം കേട്ടോ. ഞാൻ ദാ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ ജ്യൂസൊക്കെ. അപ്പോൾ ജ്യൂസൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചും കൂടി എടുക്കാം. എന്നിട്ട് നമുക്ക് അരിച്ച് വേണം എടുക്കാൻ. നാര് വല്ലതും ഉണ്ടെങ്കിൽ അത് പോകാനായിട്ട്. അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരിപ്പയിലോട്ട് ഒഴിച്ച് അരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്ന അരിപ്പാന്ന് പറഞ്ഞാൽ നമ്മൾ പുട്ടൊക്കെ തെള്ളുന്ന ആ തട്ടില്ലേ, പുട്ടിൻ്റെ പൊടി തെള്ളുന്നത്, അപ്പം ആ തട്ടാണ് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ ഒത്തിരി പ്രയാസമാണെന്ന് ചാടി വരാനായിട്ട്. അതുകൊണ്ട് ഞാൻ എന്താ പുട്ടിനൊക്കെ തെള്ളുന്ന അരിപ്പയുടെ തട്ടാണ് ഇട്ടേക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്താൽ നമുക്ക് അടുപ്പത്തേക്ക് വെക്കാറായി. ഇനി നമുക്ക് അടുപ്പിലൊരു പാത്രം വയ്ക്കാം. ചുവട് കട്ടിയുള്ള പാത്രം വയ്ക്കുക. അപ്പം ഞാൻ ഉരുളിയാണ് എടുത്തേക്കുന്നത്. ഈ പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പഞ്ചസാര നമുക്കൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല പഴുത്ത മാങ്ങ ആയതുകൊണ്ട് നല്ല മധുരമുണ്ട് മാങ്ങയ്ക്ക്. അതുകൊണ്ട് ഒരുപാട് പഞ്ചസാര ചേർക്കുന്നില്ല. ഞാനൊരു 4 സ്പൂൺ പഞ്ചസാരയെ ചേർക്കുന്നുള്ളൂ. പഞ്ചസാര ഒരുപാട് നമ്മുടെ ആരോഗ്യത്തിന് കൊള്ളില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പഞ്ചസാര കുറയ്ക്കുന്നത്. ഇത് കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് ഇതിലും കൂടുതൽ മധുരം എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം കറുവപ്പട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിളച്ച് ഒരു ചെറിയ രീതിയിലൊരു കുറുക് പോലെ ആയി വരണം കേട്ടോ. എന്ന് വെച്ചാൽ ഒട്ടിപ്പിടിക്കുകയും ചെയ്യരുത്, സ്റ്റിക്കി ആവരുത് പഞ്ചസാര. അല്ലാത്ത രീതി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മുടെ ജ്യൂസ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്തൊക്കെ ഇങ്ങനെ ജാമൊക്കെ ഉണ്ടാക്കി ഫ്രീസറിലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ കുറേശ്ശെ അതിനകത്ത് നിന്ന് എടുത്താൽ മതിയല്ലോ. പ്രത്യേകിച്ച് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നുമില്ല. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കൊടുക്കാൻ നമുക്ക് വിശ്വസിച്ച് കൊടുക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു നാരങ്ങയുടെ തൊണ്ടിൻ്റെ ഒരു ശകലം ചിരകിയത് ചേർക്കുന്നുണ്ട്. അതിന് കാരണം നമുക്കൊരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കൂടിപ്പോകരുത്, കൂടിപ്പോയാൽ കയ്പുണ്ടാവും. കുറച്ച് മതി. ഞാൻ ദാ ഇത്രേ ചേർക്കുന്നുള്ളൂ. ഇത്രയും ചേർത്താൽ മതി. ഈ സാധനത്തെ വെച്ചാണ് കേട്ടോ ഞാൻ ഇത് ചിരണ്ടി എടുത്തത്. ഇനി ഇതിലേക്ക് ഒരു മുഴുത്ത നാരങ്ങയുടെ 4ആയിട്ട് ഭാഗിച്ചാൽ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് അതിൻ്റെ നീരും കൂടെ ചേർക്കുന്നുണ്ട്. അത് ഒരു ചെറിയ ഫ്ലേവറിനും ഒരു ചെറിയൊരു പുളിപ്പൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വലിയ പുളിപ്പെന്നല്ല ഉദ്ദേശിച്ചത്. മാങ്ങയ്ക്കൊരു പുളിയുണ്ട് എങ്കിൽ പോലും ആ നാരങ്ങയുടെ ആ ഒരു നീരിൻ്റെ അതും കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടിത് കുറുക്കി പറ്റിച്ചെടുക്കണം കേട്ടോ. നല്ല തിക്കാവണം. ജലാംശം ഒട്ടും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വെച്ചാൽ പെട്ടെന്ന് കേടായി പോവും. മാത്രമല്ല നമ്മളിത് ഉപയോഗിക്കുമ്പോൾ എടുക്കുന്ന സ്പൂണിൽ പോലും ജലാംശം ഉണ്ടാവരുത്. പെട്ടെന്ന് പൂത്തു പോവും. പൂത്താൽ പിന്നെ ഇത് ഉപയോഗിക്കുകയും ചെയ്യരുത് കേട്ടോ. നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ നമ്മുടെ പാത്രത്തിൻ്റെ ചുവട് കാണണം. ആ ഒരു രീതിയിലോട്ട് ഇത് കുറുകി പറ്റി വരണം കേട്ടോ. എത്ര കാലം വേണമെങ്കിലും ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ചേ ഇരുന്നോളൂ കേട്ടോ. നമുക്ക് നാളെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇന്നേ എടുത്തൊന്ന് പുറത്ത് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഈ ഒരു പരുവമൊക്കെ ആകുമ്പോൾ നമുക്കിത് വാങ്ങി വെക്കാം. എന്നിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു ടിന്നിൽ, അതും പ്ലാസ്റ്റിക് ടിന്നിൽ ഇടാതെ ചില്ലിൻ്റെ തന്നെ ബോട്ടിലിനകത്ത് ഇട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു.